Good morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഫങ്ഷൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെയായിരുന്നു 4 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഒന്നാമത് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ അല്ലെ ഒന്നാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫങ്ഷൻ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ PR പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ് അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പോളിസികൾ രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക നടപ്പിലാക്കുകയും ചെയ്യുക ഫോർമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പോളിസികൾ രൂപപ്പെടുത്തുകയും അതുപോലെ അത് നടപ്പിലാക്കുകയും ചെയ്യുക ensure compliances with the laws rules regulations and ethics ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക പിന്നെ ലോസുകള് റൂൾസ് റെഗുലേഷൻസ് എത്തിക്സ് ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അടുത്ത സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് എന്താ ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക ഒരു നിയമപരമായിട്ടുള്ള പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക അണ്ടർലൈൻ ചെയ്യണം കേട്ടോ സെന്റൻസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ അടുത്തത് എന്താണ് പറഞ്ഞത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ് ബൈ ഓൾ ദ ഗവൺമെന്റ് റൂൾസ് and whether all the statutory needs are met. അടുത്ത പോയിന്റ് എന്താ ഹോസ്പിറ്റലിലെ ആ ഒരു നീഡ്സ് ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങള് ഇത് പാലിക്കുന്നുണ്ട് ഹോസ്പിറ്റല് അബൈഡിംഗ് എന്ന് പറഞ്ഞാൽ പാലിക്കുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുള്ള ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം എന്ത് ഉറപ്പുവരുത്തണം ടു മേക്ക് ഷുവർ ദാറ്റ് ഹോസ്പിറ്റൽ ഈസ് അബൈഡിംഗ് ദ by the government rules അല്ലെ എല്ലാ ഗവൺമെന്റ് റൂൾസും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആർക്കിടെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യാം മേൽനോട്ടം വഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുക മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുണ്ട്. Then should make sure that all the staff are aware of hospital vision and objectives. എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ അല്ലെ വിഷൻ അത് ഹോസ്പിറ്റലിലെ കാഴ്ചപ്പാടുകള് ദൗത്യങ്ങള് അതിന്റെ ലക്ഷ്യങ്ങള് ഇതെല്ലാം എല്ലാത്തിനെയും കുറിച്ച് അവര് ഒരു അവെയർ ഉണ്ട് അല്ലെ സ്റ്റാഫുകള് ബോധവാന്മാരാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ അടുത്ത പോയിന്റ് നോക്കിയേ അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ അഞ്ചാമത്തെ അല്ലേ 4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Carry out all the management decision in hospital. Clear ആയോ? ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെയും നടപ്പിലാക്കുന്നത് ക്യാരി ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നോക്കി
Map out major rules, regulations, and procedure and ensure their implementation. Map out ചെയ്യാന്ന് വെച്ചാൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. രൂപപ്പെടുത്തുക. Map out major rules, പ്രധാനപ്പെട്ട നിയമങ്ങള്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള്, പ്രൊസീജിയർ, ഇതെല്ലാം രൂപപ്പെടുത്തുക. Ensure, ഉറപ്പുവരുത്തുക. ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? മാപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക. രൂപപ്പെടുത്തുക. Okay. Map out the major rules and the regulation. Rules, regulation and the procedure. എല്ലാ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഇതെല്ലാം രൂപപ്പെടുത്തുകയും ഹോസ്പിറ്റല് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Make sure that rules formulated are within the hospital policies. ഈ രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങള്, ഈ റൂൾസ്, രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങള് ഹോസ്പിറ്റലിന്റെ പോളിസീസില് ഉള്ളില്, ഹോസ്പിറ്റലിന്റെ പോളിസികളുടെ ഉള്ളിൽ വരുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇപ്പൊ ഫോർമുലേറ്റ് ചെയ്യാന്ന് നമ്മൾ അതിന് മുന്നത്തെ പോയിന്റ് പഠിച്ചില്ലേ? പോളിസി കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ രൂപപ്പെടുത്തുക. ആ രൂപപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങള് എന്തിൽ വരുന്നതാണ്? ഹോസ്പിറ്റലിന്റെ പോളിസികളില് ഉള്ളിൽ വരുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ അല്ലേ? രൂപീകരിച്ചിട്ടുള്ള ആ നിയമങ്ങള് ഹോസ്പിറ്റലിന്റെ പോളിസിയിൽ വരുന്നതാണ്, അതിന്റെ ഉള്ളിൽ വരുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ റിലേഷൻ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്തിന്? ഫോർ ഗുഡ് എംപ്ലോയർ റിലേഷൻ, നല്ലൊരു എംപ്ലോയി റിലേഷൻ, അതിനുള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുണ്ട്. നല്ലൊരു എംപ്ലോയർ, തൊഴിലുടമയും എംപ്ലോയി എന്ന് പറഞ്ഞ തൊഴിലാളി, സ്റ്റാഫും തമ്മിലുള്ള നല്ലൊരു ബന്ധം, നല്ലൊരു റിലേഷൻ, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Works attentively with the other executives in hospital like the medical superintendent, nursing superintendent, medical superintendent തുടങ്ങിയ മറ്റുള്ള എക്സിക്യൂട്ടീവ്സ്, ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക? അറ്റൻറ്റീവ്ലി, വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. ഓക്കെ, work attentively with the other executives in the hospital like the medical superintendent, nursing superintendent, medical superintendent പോലുള്ള ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സ്, അവരുമായിട്ട് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് അവരുമായിട്ട് ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. സോറി, അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഇൻ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായിട്ടും ഫലപ്രദമായ രീതിയിലും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലും ആണ് നടപ്പിലാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Make sure that all the department functions in a smooth and efficient manner. Clear ആവുന്നില്ലേ പോയിന്റ്സുകള്? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് വളരെ സുഗമമായും കാര്യക്ഷമമായും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് നോക്കിയേ. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ആ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ ആരാണ്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേര്. എന്തായാലും പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചു വെക്കുക. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലയോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു തന്നിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാലും നമ്മൾ എല്ലാ ഭാഗത്തിന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ, സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്സ് ടു ദ ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് ബോഡി ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. ആനുവൽ റിപ്പോർട്ടില്ലേ, ഓരോ വർഷവും നമ്മള് അതിന്റെ ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അതിന്റെ ഭരണസമിതിക്ക്, ഗവേണിംഗ് ബോഡി ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. Then next last point എന്താ, donate to devising annual budget. വാർഷിക ബഡ്ജറ്റുകള് രൂപപ്പെടുത്തുന്നതിനുള്ള സംഭാവന, ഡൊണേഷൻ, ഡൊണേറ്റ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. Donate to devising annual budget. ആനുവൽ ബഡ്ജറ്റ് അത് രൂപപ്പെടുത്തുന്നതിന്, അത് ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഡൊണേഷൻ, അതായത് സംഭാവനകൾ നൽകുക. ഡിവൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ക്ലിയർ അല്ലേ പോയിന്റ്സുകള്? ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അല്ല സോറി, ക്യാരക്ടറിസ്റ്റിക്സ്. റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന് വേണ്ടത്? അടുത്ത് നോക്കിയേ, എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. വർക്കില് നല്ല കഴിവ് വേണം. അതൊരു സ്വഭാവ സവിശേഷതയല്ലേ? അദ്ദേഹത്തിന് വേണ്ട ഒരു ഗുണമല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വേണം. ആ വർക്കില് നല്ല കഴിവ് കാണിക്കുന്ന ആളായിരിക്കണം. ഒരു കഴിവില്ലാത്ത ഒരാളെ കൊണ്ടൊന്നും നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ഇടാൻ പറ്റുമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു പോസ്റ്റിലേക്ക് ഇടാൻ പറ്റൂല. അദ്ദേഹത്തിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? മസ്റ്റ് ഷോ, അദ്ദേഹം എന്ത് കാണിക്കണം? കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. വർക്കില് നല്ല കഴിവ് കാണിക്കണം. ക്ലിയർ ആണോ? വർക്കില് നല്ല കഴിവ് കാണിക്കണം. ഇനി must be sensitive to organization and staff problems and requirements. ഈ അടുത്തൊരു കാര്യം നോക്കിയേ, ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഈ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കണം. മസ്റ്റ് ബി സെൻസിറ്റീവ്. സെൻസിറ്റീവ് ആയിരിക്കണം, പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരിക്കണം. എന്തിനോട്? ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലം. ആ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന അതിന്റെ പ്രശ്നങ്ങള്, സ്റ്റാഫിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, അവരുടെ ആവശ്യകതകള്, അതിനോടൊക്കെ എങ്ങനെയായിരിക്കണം? സെൻസിറ്റീവ് ആയിരിക്കണം അല്ലേ? അതാണ് ഒരു ക്യാരക്ടർ അഡ്മിനിസ്ട്രേറ്ററിന്റെ. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാഫിന്, അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കണം. അല്ലാതെ നമ്മളൊരു കാര്യം, അതിപ്പോ ഒരു സ്റ്റാഫിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങള്, അത് മിണ്ടാതിരുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഉടനടി അതിനോട് സെൻസിറ്റീവ് ആവുന്ന, എന്താ പറയാ, അതിനോട് പ്രതികരിക്കണം. എന്താണ് പ്രോബ്ലം പെട്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാര കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വേഗം തന്നെ നടപ്പിലാക്കി കൊടുക്കണം. Must be sensitive to organizations and the staff problems and requirements. ഓർഗനൈസേഷനെയും സ്റ്റാഫിന്റെയും പ്രശ്നങ്ങളും ആവശ്യകതകളും അതിനോട് സെൻസിറ്റീവ് ആയിരിക്കണം. അടുത്ത പോയിന്റ് നോക്കിയേ, has the capacity to foresee and plan. എന്താണ്? എന്തിനുള്ള ഒരു കഴിവ് വേണം? foresee എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക, ആൻഡ് പ്ലാൻ, മുൻകൂട്ടി കാണാനും അത് പ്ലാൻ ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ സ്റ്റാഫിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങള് അതിനെ മുൻകൂട്ടി കാണാൻ, അത് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം.
Then have the ability to produce new and creative idea. ഇനി എന്തിനുള്ള കഴിവ് വേണം അദ്ദേഹത്തിന്? To produce new, പുതിയ ഐഡിയകള്, ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. എങ്കിലല്ലേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. പുതിയ പുതിയ ഐഡിയകള് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നമ്മൾ അത് അങ്ങനെ ആലോചിച്ച് അത് നടപ്പിലാക്കാനൊക്കെ ഉള്ളൊരു ability വേണം. Ability to produce new and creative ideas. Then അടുത്ത പോയിന്റ് നോക്കിയേ, have the capacity to coordinate, organize and distribute resources. ഇനി എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? has the capacity to coordinate ചെയ്യുക, എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏകോപിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക, ഹോസ്പിറ്റലില് റിസോഴ്സുകള് വിതരണം ചെയ്യുക, അതിനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി വേണം. കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ. Then next point നോക്കിയേ, must be able to delegate work. വർക്കിനോട് ഡെലിഗേറ്റ് ആയിരിക്കണം. ഡെലിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മള് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ പോരാ, നമ്മുടെ വർക്കിനോട് നല്ലൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അല്ലെ? ഡെലിഗേറ്റ് ആയിരിക്കണം. ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ടൈം. അവന്റെ അല്ല അവരുടെ ആ ടൈം, അവർക്കൊരു വർക്കിംഗ് ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം നല്ല എഫിഷ്യന്റ് ആയിട്ട്, നല്ല കാര്യക്ഷമമായിട്ട് എന്താണ് അത് വിനിയോഗിക്കുക വേണം. അതായത് വർക്കിനോട് നല്ല ആത്മാർത്ഥത കാണിക്കണം. അവന് അനുവദിച്ചിട്ടുള്ള ടൈം, ഇപ്പൊ എത്രയാണ് അവരുടെ ടൈം, ഡ്യൂട്ടി ടൈം, അത് അവര് നല്ല രീതിയിൽ കാര്യക്ഷമമായി തന്നെ വിനിയോഗിക്കണം, അല്ലെ? ഇപ്പൊ 8 മണിക്കൂർ വർക്ക് ഉണ്ട്, 5 മണിക്കൂർ വെറുതെ ഇരുന്ന് 3 മണിക്കൂർ വർക്ക് ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. അതായത് നമ്മൾ അവരുടെ സ്വന്തം വർക്കില് അവർക്ക് നല്ല എന്താ പറയാ, അതിനോട് ഡെലിഗേറ്റ് ആയിരിക്കണം, ഡെലിഗേറ്റ്, അതിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. Then next second last point നോക്കിയേ, ability to pursue and develop people. Pursue എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് എന്നാട്ടോ. മോട്ടിവേറ്റ് എന്തിനുള്ള കഴിവ് വേണം? എബിലിറ്റി ടു pursue and develop people. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും അവരെ ഡെവലപ്പ് ചെയ്യാനും ഉള്ള കഴിവ് വേണം. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ, മോട്ടിവേഷൻ കൊടുക്കാൻ, അല്ലെ? അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. കണ്ടോ, നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടർ എന്താണ്? അപ്പൊ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഇനി അധികം ഒന്നും സംസാരിക്കുന്ന ഒരാളെ കൊണ്ടൊന്ന് ആ ഒരു പൊസിഷനിൽ ഇരുത്താൻ പറ്റുമോ? അല്ലെ? എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന് ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരോടുമായിട്ടും നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആവശ്യകതകൾ മനസ്സിലാക്കി അതൊക്കെ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെ? അതെല്ലാം നടപ്പിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന് എന്തൊരു കഴിവ് വേണം? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ആ ഒരു കഴിവ് വേണം. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത് ചോദിക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടേഴ്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒക്കെയാണോ നോക്കട്ടോ. ഓക്കെയാണോ? എസ് പ്രിയ, സൗപർണിക, തമ്പിട്ടുണ്ട്, എല്ലാവരും 2-3 പേര് തമ്പിട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കുറെ തമ്പുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലിംഗ്
specialist centers on preparing bills and invoice. ബില്ലുകളുടെയും ഇൻവോയ്സിന്റെയും ഒരു സെന്റർ, ഒരു കേന്ദ്ര സ്ഥാനം ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് പ്രിപ്പയറിംഗ്, ബില്ലുകൾ തയ്യാറാക്കുന്നത്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ടായിരിക്കുന്നുള്ളൂ. വെച്ചാൽ ബിൽസിൽ കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് ബിൽസിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ടായിരിക്കും. അതാണ് ഇൻവോയ്സ്. രണ്ട് ബില്ല് തന്നെയാണ്. ബില്ലിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇൻവോയ്സിൽ. അപ്പൊ ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കുന്ന കേന്ദ്ര സ്ഥാനം ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി എന്താ? അപ്പൊ നമ്മൾ ഒന്നാമത് പറഞ്ഞല്ലോ, ബിൽസും ഇൻവോയ്സും തയ്യാറാക്കുക, അതിന്റെ കേന്ദ്ര സ്ഥാനമാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്, സാമ്പത്തിക റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു. ലുക്കിംഗ് ഓവർ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർഡ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടറിലേക്ക് പകർന്നു വെച്ചേക്കുന്ന ഇൻഫർമേഷൻസ് ആട്ടോ. ഇപ്പൊ നമ്മളെല്ലാരും റിട്ടേൺ അല്ലല്ലോ, സിസ്റ്റത്തിലാണ് നമ്മൾ മിക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തേക്കുന്ന പകർന്നു കൊടുത്തേക്കുന്ന വിവരങ്ങളാണ് ഡേറ്റാബേസ്. അപ്പൊ അതെന്താ? അത് ആവശ്യാനുസരണം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അത് പുതുക്കുന്നു. അപ്ഡേറ്റ്, പുതുക്കുന്നു. അപ്പൊ ഡേറ്റാബേസുകള് ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് ആവശ്യാനുസരണം അത് പുതുക്കുന്നു. ഇനി the job also necessitates seeing to it that all the information is entered correctly and making financial report. ഇനി ഇവർക്കുടെ ജോലിക്ക്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അവർക്കുടെ ജോലിക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? seeing to it that all the information is entered correctly. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. ആൻഡ് മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എല്ലാ ഇൻഫർമേഷൻസും എൻ്റർ ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ടതും ഇവർക്കുടെ ജോലിക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഇച്ചിരി ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി, വലിയ ലക്ഷങ്ങളുടെ വരെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കറക്റ്റ് ടാലി ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകള് അത് കറക്റ്റ് ആണ്. അതെല്ലാരും ഇവർക്കുടെ ജോലിക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. While the role is often overlooked owing to its back-end nature, billing clerk provide the valuable support to clinician in that they provide to get paid for services rendered. ഇനി അവർക്കുടെ റോൾ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ബാക്ക്-end നേച്ചർ ആണ്. എന്താ ബാക്ക്-end നേച്ചർ എന്ന് പറഞ്ഞാൽ? അവരാണോ നേരെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് തന്നത്? ബാക്ക്-end നേച്ചർ കാരണം നമ്മുടെ അവർക്കുടെ ജോലിക്ക് അത്ര ആ ഒരു ഇത് പറയുന്നില്ല. എന്നുവെച്ചാൽ ഡയറക്റ്റ് നേരെ വന്ന് ചെയ്യല്ല അവര്. എന്താ ചെയ്യുന്നേ? അവരിതെല്ലാം കറക്റ്റ് ആക്കി വെക്കുകയാണ് അല്ലെ? ഫിനാൻസ് ആണ് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾക്കാവണം, ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ട ബാക്ക്-എൻഡിൽ നിന്ന് എല്ലാം റെഡിയാക്കി കൊടുക്കും അല്ലെ? വർക്കിംഗ് ഡേയ്സ്, അവരുടെ ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീവിന് വല്ല സാലറി കട്ട് പോലെ അങ്ങനെയല്ലോ അതൊക്കെ ടാലിയാക്കി എല്ലാം ബാക്കിൽ നിന്ന് ചെയ്യുന്നത് ആരാ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അവർക്കുടെ ആ ഒരു ബാക്കിന്റെ സ്വഭാവം കാരണം അവരുടെ റോള് പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നു? ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട്, ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആർക്ക്? ടു ക്ലിനീഷ്യൻ. എന്തിന്? സപ്പോർട്ട് പ്രൊവൈഡ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് റെൻഡേർഡ് അല്ലെ? അവർക്കുടെ സർവീസ്, ഇപ്പൊ ക്ലിനീഷ്യൻ ആ ഹോസ്പിറ്റലില് അവര് സർവീസ് ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ അല്ലെ? സർവീസ് എന്ന് പറഞ്ഞാലും അവര് സാലറി ഇല്ലേ അവർക്കൊക്കെ അല്ലെ? ഡോക്ടർ ആണെങ്കിൽ സ്റ്റാഫുകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ മന്ത്ലി അവർക്ക് ഇത്ര രൂപ സാലറി കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവര് ബാക്ക്-എൻഡ് നേച്ചർ ആണ് നമ്മൾ പറഞ്ഞു. ഓൾറെഡി ബാക്കിൽ നിന്നുകൊണ്ട് അവരുടെ വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ്, ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താണ് എല്ലാ കാൽക്കുലേഷൻസ് കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആക്കി അവർ വെക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് അവര് നല്ലൊരു സപ്പോർട്ട് നൽകുന്നുണ്ട് അല്ലെ? ബില്ലിങ്ങിന് അവര് നല്ലൊരു സപ്പോർട്ട്
നൽകുന്നുണ്ട്. ബില്ലിംഗ് ക്ലർക്ക് provide valuable support to clinicians in that they support providers to get paid for services rendered. അവർക്കിടെ ആ സർവീസിന് അല്ലെ ആ പേയ്മെന്റ് കാര്യങ്ങൾ എടുക്കാനൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. They are expected to understand that claim submission and reimbursement protocol for both government and private insurers. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് അദ്ദേഹത്തെ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയും. ഒന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. ബില്ലിംഗ് ക്ലർക്ക്. ഇനി billing clerk provide valuable support to the clinician in that they support providers to get paid for service renders. അവർക്കിടെ ആ സർവീസ് അതിനെ അനുവദിച്ചിട്ടുള്ള പേയ്മെന്റ് കാര്യങ്ങള് നേടുന്നതിനും ഇവര് എന്താ പറയാ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. They are expected to understand the claim submission. ഇനി ക്ലൈം കാര്യങ്ങള് and reimbursement എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്. Reimbursement, തിരിച്ചടവ്. Protocol for both the government and the private insurers. ഗവൺമെന്റിനും സർക്കാരിനും അവരുടെ സ്വകാര്യ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കുമുള്ള ക്ലെയിം സമർപ്പിക്കല്, റീഎംബേഴ്സ്മെന്റ് തിരിച്ചടവ് പ്രോട്ടോകോളുകള് അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടി ക്ലെയിം കാര്യങ്ങളും ഒക്കെ അവര് സെറ്റിൽ ചെയ്യേണ്ടി വരും. Then clerks also offer important insight into the hospital or clinics complaints effort and responsibility. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പാലിക്കേണ്ട എഫേർട്ടുകള്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള്, അതിനെക്കുറിച്ച് അവർക്ക് എന്ത് വേണം? ഒരു പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ്. അവർക്ക് ഒരു ഉൾക്കാഴ്ച ഈ ബില്ലിംഗ് ക്ലർക്ക് ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. അതിനെക്കുറിച്ച് അവർക്കൊരു ശക്തമായ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ക്ലർക്ക്. Billing clerk also offer important insight into the hospital. ഹോസ്പിറ്റലിനെ കുറിച്ച്, ക്ലിനിക്കൽ കംപ്ലൈന്റ്സ് ഒക്കെ കുറിച്ച് ഒരു നല്ലൊരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച അവര് ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. Dash prepares bills and invoices. ഓക്കെ, പിന്നെ ബില്ലിംഗ് ക്ലർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക് എന്നും അറിയപ്പെടുന്നു. അവര് എന്ത് ചെയ്യുന്നു? ക്ലിനിഷ്യന് വാല്യുബിൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ബില്ലിംഗ് ക്ലർക്ക് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്കൽ കംപ്ലൈൻസസ് ആൻഡ് എഫേർട്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോ അത്രയാണ് ആ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. ചാപ്റ്റർ ഇനി നെക്സ്റ്റ്, ഇപ്പൊ നമ്മുടെ 3 ചാപ്റ്റർ ആണ് ഇനി ഞാൻ എടുത്തത്. ഇവിടെ ഇത് നിങ്ങൾക്ക് തേർഡ് മോഡ്യൂൾ. ഏതൊക്കെ ചാപ്റ്റർ എടുത്തേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു. ഇതിന് മുന്നേ ഏതായിരുന്നു? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എടുത്തു. ഇനി ഏതെടുത്തേ? 3 ചാപ്റ്റർ അല്ലേ നമ്മൾ എടുത്തത്? ഇവിടെ ഇല്ലേ ആരും? 3 ചാപ്റ്റർ നമ്മൾ ഈ 3ാമത്തെ മൊഡ്യൂളിൽ എടുത്തു. ഇനി നെക്സ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അത് ആകെ എടുത്തേ അല്ലേ? അത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നത് 4ാമത്തെ മൊഡ്യൂളിലേക്കാണ്. 4ാമത്തെ മൊഡ്യൂളില് നമുക്ക് ഇവിടെ 4 ചാപ്റ്ററുകളുണ്ട്. ആദ്യം ഒരു കുഞ്ഞു ചാപ്റ്റർ എടുക്കണം കേട്ടോ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ മൊഡ്യൂളില്. ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഫോർത്ത് മൊഡ്യൂളില്
ഞാൻ 3 ചാപ്റ്റർ ആണ് കേട്ടോ തേർഡ് മൊഡ്യൂളിൽ എടുത്തത്. ഇനി വേറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പറഞ്ഞേക്കുന്നത് അവരത് കറക്റ്റ് ചെയ്ത് എടുക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് നമ്മള് 4ാമത്തെ മൊഡ്യൂളില് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, എളുപ്പമുള്ള ചാപ്റ്റർ. എത്രാമത്തെയാണ് നിങ്ങളുടെ ടെക്സ്റ്റില്? ഓക്കെ, ഹൗസ് കീപ്പിംഗ് പേജ് നമ്പർ 3ാമത്തെ ചാപ്റ്റർ ആണോ? പേജ് നമ്പർ 3 ആണ്. നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ അല്ലേ? ഒന്നാമത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. പേജ് നമ്പർ 17 പറഞ്ഞ അല്ലെ? ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ അതാണ്. 2ാമത്തെ ലോണ്ടറി ആൻഡ് ലിനൻ ആണ്. അതും ചെറിയൊരു ചാപ്റ്റർ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസസ്. പേജ് നമ്പർ 17, 17ാമത്തെ പേജ് ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ്. എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത്? വീട്ടില് നിങ്ങൾ ചെയ്യാറൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ? അടിക്കുന്ന ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, അടിക്കലും വാറലും കഴുകലൊക്കെ ഉണ്ടാവാറില്ലേ? അല്ലേ? നമ്മള് പ്രത്യേകിച്ച് നമ്മള് മലയാളികൾ ഇച്ചിരി വൃത്തിയും മെനിയൊക്കെ ഉള്ളവരാണ് അല്ലേ? അല്ലേ? നമുക്ക് എപ്പോഴും അടിക്കലും വാരലൊക്കെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും ക്ലീൻനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നമുക്ക് വെറുതെ കുറച്ച് മരുന്നുകൾ മാത്രം ഡോക്ടർ വന്ന് നോക്കി കൊടുത്താൽ പോരാ, അതിന്റെ ഒപ്പം തന്നെ ആ ഹോസ്പിറ്റലും ക്ലീൻ ആയിരിക്കണം, വേണ്ടേ? അല്ലെ? നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ലോണ്ടറി ലിനൻ എന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ നമ്മുടെ ഷീറ്റുകള്, ബെഡ്ഷീറ്റ് ഇതൊക്കെ കഴുകലും അലക്കലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ. ടേബിൾ കോട്ടുകള്, സ്റ്റാഫിന്റെ യൂണിഫോംസ് ഇതൊക്കെ അലക്കലും കഴുകലും ഒക്കെയാണ് ലോണ്ടറിയില്. ഇത് ഹൗസ് കീപ്പിംഗില് നമ്മൾ അവിടെ അടിക്കല് വാരലുകളൊക്കെയാണ് സംഭവം പറയുന്നത്. എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാറില്ലേ, എപ്പോഴും അവര് ക്ലീനിങ്ങിലായിരിക്കും അല്ലെ? എന്തിനാ അങ്ങനെ ക്ലീൻ ചെയ്യുന്നേ? വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കും. ഒരു സ്റ്റെറൈൽ ഒരു എൻവയോൺമെന്റ് ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇപ്പൊ നമ്മളാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയോ ഒക്കെ ആണെങ്കിൽ ചെല്ലുമ്പോ എല്ലാ ദിവസവും വന്ന ഒരു റൂമൊക്കെ ക്ലീൻ ചെയ്യാറില്ലേ? അല്ലെ? ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. എന്തിനാണ്? പേഷ്യന്റിന് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ, സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി, നല്ലൊരു ക്വാളിറ്റി സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറുതെ മരുന്നുകൾ മാത്രം നമുക്ക് തന്ന് അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടി നമുക്ക് വേണം അല്ലെ? എങ്കിലാണ് നമുക്ക് രോഗങ്ങൾ വേഗം മാറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് അത്രയും ക്ലീൻ ആയിട്ടുള്ള ഇത് വേണം നമുക്ക്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. ക്ലീനിങ് വർക്കുകളാണ് അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. വർക്ക് ഓഫ് ക്ലീനിങ്, അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു വർക്ക് ഓഫ് ക്ലീനിങ്, റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. Okay, okay. Introduction എന്താ പറഞ്ഞേക്കുന്നത്? A patient coming for the time to a hospital when welcomed a tidy environment as well as a elegant feeling. Elegant എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗംഭീരമായ. Less than half of his misery. Misery എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് ദുരിതം, നമുക്ക് നമ്മുടെ ആ ഒരു ദുരിതങ്ങള് ഇത് ലെസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. LESSENS, reduce, and increase his confidence in the hospital. ശരിയാണോ പറയണേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്ന ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം അവിടെ വെൽക്കം ചെയ്യേണ്ടത്? ഒരു നല്ലൊരു ടൈഡി, നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലേക്ക് ആയിരിക്കണം നമ്മളെ വെൽക്കം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ആദ്യം നമ്മൾ എവിടെ ചെല്ലുക? ഫ്രണ്ട് ഓഫീസിലേക്കാണ് ചെല്ലുക അല്ലെ? അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ അവിടെ തന്നെ ഒരു മെനയില്ല, ഒരു അടിക്കലും വാരലൊന്നും ഇല്ല, എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു, ഒരു നീറ്റില്ലാതെ പൊടിയും അഴുക്കും അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ചെന്ന് നമുക്കൊരു കംഫർട്ട് ആയിരിക്കോ?
നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് മടുക്കും അല്ലെ, അയ്യോ ഇതെന്താണ് ഒരു വൃത്തിയില്ലാത്ത, അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും നമ്മള്. അപ്പൊ പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു ടൈഡി എന്ന് പറഞ്ഞാൽ എന്താ, വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ഇതല്ലേ, നമ്മൾ നേരെ ചെല്ലുക. നിങ്ങളത് ഇമാജിൻ ചെയ്തേ, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോ തന്നെ എല്ലാം നല്ല നീറ്റാണ്. ഒരു ഇത് പറയാല്ല, എപ്പോഴും നല്ല നീറ്റായിട്ട് തറകളൊക്കെ ആണെങ്കിലും നല്ല അടിച്ച് തുടച്ച് എപ്പോഴും എല്ലാ സാധനങ്ങളും നീറ്റായിട്ട് ഒരു പൊടി പോലും ഇല്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു നല്ലൊരു ഫീലായിരിക്കും അല്ലെ. നമ്മളാണെങ്കിലും ചില ഇതൊക്കെ നമ്മളെ നെഗോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോ അല്ലെ, ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അയ്യേ ഇവിടെ എന്താ കിടക്കുക, ഒരു വൃത്തിയില്ലാതെ എന്നാണ് നമ്മൾ പറയും. പിന്നെ ചിലയിടത്തേക്ക് നമ്മൾ പറയാം എന്ത് ഭംഗിയാ, എന്ത് നീറ്റാണ് ഇല്ലേ, അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയൊക്കെയല്ലേ വീടൊക്കെ സൂക്ഷിക്കുക? നല്ല നീറ്റായിട്ടൊക്കെ അല്ലേ, അടുക്കി ഒതുക്കി നല്ല വൃത്തിയിലൊക്കെ അല്ലേ നമ്മൾ സൂക്ഷിക്കുന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ദുരിതം, മിസറി, നമ്മുടെ ആ ഒരു ദുരിതം, അതിപ്പോ നമ്മുടെ രോഗം ആയിക്കോട്ടെ, നമ്മുടെ വേദന ആയിക്കോട്ടെ, അതിലേക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് മനസ്സിന് ആദ്യത്തെ മനസ്സിന്റെ ഒരു ഇതല്ലേ നമുക്ക് അല്ലെ, അങ്ങനെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയറിലേക്ക്, നല്ല ടൈഡി എൻവയോൺമെന്റിലേക്കാണ് നമ്മളെ വെൽക്കം ചെയ്യണമെങ്കിൽ നമ്മുടെ ദുരിതം പകുതി കുറയ്ക്കും. അതാ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. അതുകൂടാതെ ഹോസ്പിറ്റലിന്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. കൊള്ളാം, നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരൂലേ അല്ലെ? അപ്പൊ നമുക്കൊരു ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് കൊള്ളാട്ടോ, നല്ല ട്രീറ്റ്മെന്റ്, നല്ല ഒരു നീറ്റ് ഉണ്ട്, നല്ല അടക്കം ഇതാണ്, അപ്പൊ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും, നല്ല ക്വാളിറ്റി സർവീസ് കിട്ടും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിനെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങള് പകുതി കുറയ്ക്കുകയും നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. Housekeeping services, otherwise called environmental service. Underline ചെയ്തു വെച്ചേ. ഹൗസ്കീപ്പിംഗ് സർവീസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിംഗ് സേഫ്, ക്ലീൻ, pleasant, orderly and functional environment for the both the patient and the hospital officials. ഇനി ഹൗസ്കീപ്പിംഗ് സർവീസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. വെരി ഇമ്പോർട്ടന്റ്. ഹൗസ്കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് ഹോസ്പിറ്റലില്. പ്രൊവൈഡിങ്, അവരെന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നേ? ഹൗസ്കീപ്പിംഗ് സർവീസ് എന്ത് തരും? സേഫ്, സുരക്ഷിതമായ, ക്ലീൻ, വൃത്തിയുള്ള, പ്ലസന്റ്, സന്തോഷമുള്ള, ഓർഡർലി, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന, ഒരു അന്തരീക്ഷം നമുക്ക് പേഷ്യന്റിനും അതുപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, പേഴ്സണൽസ്, ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞ പേഴ്സണൽസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യും. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് പ്രൊവൈഡ് എ സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി. ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? അതിനകത്ത് ഹൗസ്കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി ആൻഡ് ഫങ്ഷണൽ എൻവയോൺമെന്റ്. ആർക്ക്? ഫോർ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ ഒഫീഷ്യൽ. പേഷ്യന്റിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും. Okay. The three important housekeeping tasks in hospital consist of the following. മൂന്ന് പ്രധാനപ്പെട്ട ഹൗസ്കീപ്പിംഗ് ടാസ്കുകളാണ് ഹോസ്പിറ്റലില്. അങ്ങനെ നമുക്ക് മൂന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ? ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസ് എന്നാണോ, അതോ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ആണോ? ഇത് നോക്കിയേ. To clean and sanitize. അങ്ങനെ മതി. അങ്ങനെയാണെങ്കിൽ that surfaces in patient. To clean and sanitize. Okay. Sanitize. അല്ലെങ്കിൽ cleaning and sanitizing എന്തായാലും കുഴപ്പമില്ല. High touch surfaces in patient room and rest room. അല്ലെ? പേഷ്യന്റിന്റെ റൂമുകളില്, റെസ്റ്റ് റൂമുകളില് നല്ല ഹൈ ടച്ച് സർഫസ്, ഉയർന്ന സ്പർശന പ്രതലമുള്ള അല്ലെങ്കിൽ സർഫസുകള്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്ക് വരുന്നത്.
clean and to clean and sanitize high-touch surfaces in patient room and restroom. റെസ്ട്രൂമുകൾ, പേഷ്യന്റ് റൂം, ഇതൊക്കെ വൃത്തിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. അങ്ങനെ ഒരു ടാസ്ക്. അടുത്ത് നോക്കിയേ, to fill up empty paper towel, soaps container and office supplies. ഇനി ഇതെല്ലാം ഫില്ല് ചെയ്യുക. തീർന്നു പോയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മള് എന്താണ് റീഫില്ല് ചെയ്യുക, നിറയ്ക്കുക, ഫില്ല് ചെയ്യുക. എംപ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. പേപ്പർ ടവൽസ്, പേപ്പർ ടവല്, സോപ്സ് ഇത് കണ്ടെയ്നർ ഫില്ല് ചെയ്യുക. ആൻഡ് ഓഫീസ് സപ്ലൈസ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ, ഓഫീസ് സാധനങ്ങള് ഇതൊക്കെ തീർന്നു പോയതൊക്കെ ഉണ്ടെങ്കിൽ അതിന് റീഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് നിറയ്ക്കുക. പിന്നെ അടുത്തതാണ് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. മൂന്നാമത്തെ എന്താ, ഹോസ്പിറ്റലിലെ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക. ഓക്കെ, ഒന്നാമത്തേല് എന്താ, ക്ലീൻ സാനിറ്റൈസിങ്, അല്ലെ? ക്ലീൻ ആൻഡ് സാനിറ്റൈസ്, എല്ലായിടത്തും വൃത്തിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. ഇനി എന്താണ്, വേക്കന്റ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ എന്താണ്, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് തന്നെ അതിൽ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഡിസ്പോസ് ചെയ്യുക. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒരു ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് എന്താണ് ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താണ് ഒന്നാമത്തെ കാര്യം? എന്തിനാ ഇങ്ങനെ അടിക്കലും വാരലൊക്കെ ചെയ്യുന്നേ? ക്ലീൻ ചെയ്യണതൊക്കെ എന്തിനാ? അടിക്കലും തുടക്കലും ഒക്കെ നടത്തുന്ന ഒരു ഹൈജീനിക് ആയിട്ടുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ. ഇതാണ് ഒന്നാമത്തെ. ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, നൽകാൻ. രണ്ടാമത്തെ, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റാൻ. സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റാൻ എന്ന് വെച്ചാൽ എന്താ, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷ നിറവേറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ എന്താ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കിട്ടണം, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം എന്നൊക്കെ അല്ലേ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഒരു സമൂഹം, കമ്മ്യൂണിറ്റിയുടെ, അല്ലേ? അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം, ആ റൂം നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളെന്താ പ്രതീക്ഷ? നല്ല നീറ്റ് ആയിട്ടുള്ള നല്ലൊരു റൂം നമുക്ക് കിട്ടണം, അതായിരിക്കും നമ്മുടെ പ്രതീക്ഷ, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാൻ. അടുത്ത പോയിന്റ് നോക്കിയേ, ടു മെയിൻറ്റെയിനിങ് എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ല ഉയർന്ന പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ. നമ്മൾ പറയൂലേ, ഹോസ്പിറ്റലിൽ പോണോട്ടോ, എന്താ ഒരു നീറ്റ്, അല്ലെ? എപ്പോഴും നല്ല അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് നല്ല നീറ്റാണ് അവിടെ. ചെന്ന് കണ്ടാ മതി, നമുക്ക് അത്രയും നീറ്റാണ് എന്ന് നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, അവര് വേറെ ആൾക്കാരോട് പറഞ്ഞു, നമ്മൾ അയൽക്കാരോട് പറഞ്ഞു, നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ പറയും. നല്ല ഹോസ്പിറ്റലാണ്, നമ്മൾ ചെല്ലുമ്പോ ഒരു ഫീല് വന്നാൽ നിങ്ങൾ റെഫർ ചെയ്യൂലേ, അല്ലെ? നമ്മൾ റെഫർ ചെയ്യൂലേ അവരോട്? അവിടെ പോയാ മതി കേട്ടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എന്താണ് ആ ഹോസ്പിറ്റലില്, നല്ല ഒരു ഇതാണ്. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആണ് എന്നൊക്കെ നമ്മളൊന്ന് പറയും. അപ്പൊ അങ്ങനെ നാലാള് പറഞ്ഞു കഴിയുമ്പോ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കൂടൂലേ? ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ, നല്ല നീറ്റ് ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അടുത്തൊരു എന്താണ് ഹൗസ് കീപ്പിംഗിന്റെ ഉദ്ദേശം? എന്താ പ്രധാനം? എന്താ? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. അടിക്കാതെ മാറാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും, അല്ലെ? പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നീറ്റ് അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെ അങ്ങനെ വരാം. ഇവിടെ എന്താണ്? ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും ഹൗസ് കീപ്പിംഗ് വേണം, ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. അതാണ് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഇമ്പോർട്ടൻസ്. 4 പോയിന്റ് നോട്ട് ചെയ്തിട്ട് അവിടെ ടിക്കറ്റ് വെച്ചേക്കാം. ഒരു നല്ലൊരു അന്തരീക്ഷം നൽകാനായിട്ട്
കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകൾ നിറവേറ്റാനായിട്ട്, ഹോസ്പിറ്റലിന്റെ ഉയർന്ന പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താനായിട്ട്, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയണേ. ഫോളോ ചെയ്ത് വന്നില്ല എല്ലാവരും? എളുപ്പമുള്ള ചാപ്റ്റർ ആണോ? ആണല്ലേ? ഞാൻ ആദ്യം തന്നെ എളുപ്പമുള്ള ചാപ്റ്റർ എടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, അവിടെയുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. പറഞ്ഞതൊക്കെ തന്നെയാട്ടോ വീണ്ടും വരുന്നത്. എന്തൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള്? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, ഒരു കംഫർട്ടബിൾ സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ, അതാണ് ഒരു ലക്ഷ്യം. ഹൗസ് കീപ്പിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്, ലക്ഷ്യമാണ്. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. ഇനി അടുത്ത് നോക്കി, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ മര്യാദയുള്ള, ഡെവലപ്പിംഗ് പൊളൈറ്റ് മര്യാദയുള്ള, റിലയബിൾ വിശ്വസനീയമായിട്ടുള്ള, വിശ്വസനീയമായ, റിലയബിൾ ആയ, ഫ്രണ്ട്ലി ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്യാൻ. ഉണ്ടോ? പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അത് ഡെവലപ്പ് ചെയ്യാൻ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലക്ഷ്യമാണ്. അടുത്ത് നോക്കിയ മൂന്നാമത്തെ, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ. നല്ല ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലുള്ള നല്ലൊരു ഹൃദയപരമായിട്ടുള്ള ഒരു ബന്ധം, അത് നല്ലൊരു ബന്ധം നിലനിർത്താൻ. ഹാർട്ടി റിലേഷൻ, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള നല്ലൊരു ബന്ധം നിലനിർത്താൻ. അടുത്ത് നോക്കിയേ, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. ഹോസ്പിറ്റലിൽ വരുന്ന, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ, ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ, അവരുടെ റിലേറ്റീവ്സിന്റെ, ഇവർക്കിടയ്ക്ക് സുരക്ഷ, അല്ലെ, സുരക്ഷിതത്വം, സേഫ്റ്റി ഉറപ്പുവരുത്താൻ. Then അടുത്ത നോക്കിയേ, ക്വാളിറ്റി റീസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെ, ഉപകരണങ്ങളുടെ, ക്ലീനിങ് ഏജൻസ്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി നിലനിർത്താൻ. ഓക്കെ, ക്ലീനിങ് ഏജൻസ്, സാനിറ്ററി എക്യുപ്മെന്റ്സ്, അതിന്റെയൊക്കെ അവർക്കിടെയൊക്കെ ക്വാളിറ്റി റീസ്റ്റേറ്റ് ചെയ്യാൻ, നിലനിർത്താൻ. അടുത്ത് നോക്കി, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഈ ഹൗസ് കീപ്പിംഗ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകള്, അതിന്റെ ഫീഡ്ബാക്കുകള്, ഇതൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനും ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒരു ലക്ഷ്യമാണ്. ഇതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കി, 5 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അല്ലേ? നമുക്കിത് വായിച്ചു വെച്ചേര് ഒബ്ജക്റ്റീവ്സ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തതല്ലയോ, അങ്ങനെ ചോദിക്കാറുള്ളൂ കേട്ടോ. ക്ലീൻനെസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഹൗസ് കീപ്പിംഗിൽ വരുന്നതാണ്. കോമൺ സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഹൗസ് കീപ്പിംഗ്. പിന്നെ അടുത്ത നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള നല്ലൊരു ബന്ധം അത് നിലനിർത്താൻ. പിന്നെ അറിയാലോ സ്റ്റാഫിന്റെ, പേഷ്യന്റിന്റെ, റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ. പിന്നെ ക്വാളിറ്റി നിലനിർത്താനായിട്ട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകൾ, അതിന്റെ ഫീഡ്ബാക്കുകൾ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാം. ഇനി അടുത്ത എന്താ? ലൊക്കേഷൻ. ഇനി എവിടെയായിരിക്കണം ഈ ഹൗസ് കീപ്പിംഗ് സർവീസ്? അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? എവിടെ വേണം? ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് അടിച്ചു വാരിയും ചൂലും ക്ലീൻ ചെയ്യാൻ മോപ്പും സാധനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ലേ?
നമ്മള് ഹൗസ് കീപ്പിംഗിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് നോക്കി. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ദ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എവിടെ വേണമെങ്കിലും എല്ലാ മേഖലയിലും ഉൾപ്പെടുന്നു. ഇന്ന സ്ഥലത്ത് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ എല്ലാ ഏരിയയിലും ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഓരോ ഫ്ലോറിലും എവിടെയെങ്കിലും നമ്മൾ ഒരു കോറിഡോറിന്റെ അവിടെയൊക്കെ ആയിട്ടോ അങ്ങനെ കുറച്ചും കൂടി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും അല്ലെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. എല്ലാ ഒരു ഫ്ലോറിലും തന്നെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ആ ഒരു ഏരിയ ക്ലീനിങ് സംഭവങ്ങളൊക്കെ ഏരിയ അവിടെ അവര് അല്ലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് അവർക്കൊരു റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഒരു ഇത്. അപ്പൊ അവിടെ എല്ലാ ചൂടും സാധനങ്ങളും ബ്രഷ് ബക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കീപ്പ് ചെയ്യും. അപ്പൊ അവിടെ നിന്നാണ് ആ ഒരു ഫ്ലോറിലേക്കുള്ള ക്ലീനിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവര് കൊണ്ടുപോകുന്നത് അല്ലെ. എവിടെ വേണമെങ്കിലും ആവട്ടോ. ഇന്നിപ്പോ നമ്മൾ അത്രയും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെ ആ ഒരു ഇതായിട്ട് കറക്റ്റ് പറയുന്നില്ല. എല്ലായിടത്തും സെർവ് ചെയ്യാന്ന് പറഞ്ഞ എല്ലായിടത്തും സേവനം ചെയ്യുന്നുണ്ട്. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ സെർവ് എന്നാണ്. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും ഹൗസ് കീപ്പിംഗ് സേവനം ചെയ്യുന്നുണ്ട്. ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അണ്ടർലൈൻ ചെയ്തിട്ട് എവിടെയായിരിക്കണം ഇതിന്റെ ആ ലൊക്കേഷൻ, അല്ലെങ്കിൽ അത് എവിടെയായിരിക്കും സിറ്റുവേറ്റഡ്, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം. നോൺ പ്രൈം ഏരിയ, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം. may be situated in a non-prime area. അധികം പ്രാധാന്യമുള്ള പ്രാധാന്യമില്ലാത്ത നോൺ പ്രൈം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അധികം ഇമ്പോർട്ടൻസ് അല്ലാത്ത, അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയയില, ഒരു ഒതുങ്ങിയ ഒരു അധികം വലിയ ഇതൊന്നുമില്ല അങ്ങനെ ഒരു ഏരിയയിലായിരിക്കണം. അധികം പ്രാധാന്യമില്ലാത്ത പ്രദേശത്തായിരിക്കണം. It should be as far as possible centrally located and close to vertical transport system to make way for easy movements of housekeeping material and equipment. ഇനി ഈ housekeeping materials അതുപോലെ ഉപകരണങ്ങള് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ബ്രഷ്, ചൂല്, ബക്കറ്റ്, കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ, അതിന്റെ അതുപോലെ തന്നെ അതിനുവേണ്ട ഉപകരണങ്ങള് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അതിന്റെയൊക്കെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ് സാധ്യമാക്കുന്നതിന് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, വെർട്ടിക്കൽ നേരെ ഉള്ള രീതിയിലായിരിക്കണം. അല്ലാതെ ഒരുപാട് വളഞ്ഞും പിളഞ്ഞൊക്കെ പോണ രീതിയിലല്ല, ഒരു വെർട്ടിക്കൽ, അതായത് ഓരോ ഫ്ലോറിലും ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒരു എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ സെന്ററിലി, ഒരു ഏകദേശം സെന്ററിലായിരിക്കണം. It should be as far as possible centrally located and close to vertical transport system to make way for the easy movements of housekeeping material and equipment. ഏകദേശം സെന്ററിലാണെങ്കിലേ നമുക്ക് രണ്ട് സൈഡിലേക്കും കൊണ്ടുപോകാൻ വളരെ വേഗത്തില് അല്ലെ. അല്ലാതെ ഒരു ഏറ്റവും ഒരു മൂലക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഫ്ലോർ മുഴുവനും കൊണ്ടുപോകണമെങ്കിൽ ബക്കറ്റും സാധനങ്ങൾ ഇങ്ങനെ ഒരുപാട് ദൂരം നമ്മൾ കൊണ്ടുപോകേണ്ട വരും. ഇതിപ്പോ ഒരു സെന്ററിൽ ഒരു ഏകദേശം സെന്റർ ആണ്. ഇപ്പൊ ഒരു ഫ്ലോറ്, ആ ഫ്ലോറിന്റെ ഏകദേശം ഒരു സെന്ററോൾ കണ്ടൊരു റൂമൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അപ്പുറേക്കും ഇപ്പുറേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ എളുപ്പമുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചായിരിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് നോട്ട് പ്രൈം ഏരിയ എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ, അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, അധികം പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം ഈ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ, ആ ഒരു ഏരിയ, ഹൗസ് കീപ്പിംഗ് ഏരിയ അത് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. It should be as far as possible centrally located. ഇത് കഴിയുന്നിടത്തോളം എങ്ങനെയായിരിക്കണം? സെന്ററിലി, ഒരു കേന്ദ്രീകൃതമായിരിക്കണം. And close to vertical, എന്തിനാ വേഗം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി vertical transport system to make way for easy. ഇതിനു വേണ്ടിയാ ഈസി ആയിട്ട് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽ എക്യുപ്മെന്റ്സ് വേഗത്തിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിയുന്നിടത്തോളം ഒരു സെന്ററിലി ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അവിടെ ഓർഗാനോഗ്രാം ആണ്. ഇതിന്റെ ഓർഗാനോഗ്രാമിനെ നമുക്ക് 3 ലെവലായിട്ടാണ് തിരിച്ചിരുന്നത്.
ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ആളുകളോ ഡിപ്പാർട്ട്മെന്റുകളോ ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗിന്റെ ഓർഗാനോഗ്രാം നോക്കിയേ 3 ലെവലുകളായിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ഏറ്റവും മുകളിൽ വന്ന് നോക്കി എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഉണ്ട്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഉണ്ട്. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർമാരുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പേഴ്സ് ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ്. ലാസ്റ്റ് ലെവലിൽ ഏറ്റവും താഴെ നിൽക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അപ്പൊ അങ്ങനെ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഓർഗാനോഗ്രാമിനെ നമ്മൾ 3 ലെവലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? 3 ലെവലുകള്. പേരുകൾ മാത്രം നോക്കാം, ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആരാണ് ഏറ്റവും മുകളിൽ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഉണ്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർമാരുണ്ട്, ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്നെടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഓരോന്നും ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അത് തമ്പിട്ട് പോകുന്നോണ്ടാ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ നമ്മൾ അധികം. എന്താണ് അർജുൻ ഗോപാല്? എക്സാമിന്റെ വല്ലതൊക്കെയാണോ? നമുക്ക് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് തുടങ്ങിയതല്ലേ. അർജുൻ എന്തോ ചോദിക്കാൻ വന്നല്ല. നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണോ? അപ്പൊ നമ്മൾ ഇന്നിപ്പോ എടുത്തത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഹൗസ് കീപ്പിംഗ് സർവീസ് എന്താന്ന് പറഞ്ഞു, പിന്നെ അടുത്ത എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒരു പ്രാധാന്യം, പിന്നെ അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പിന്നെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? നോൺ പ്രൈം ഏരിയയിലായിരിക്കണം, അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും ലൊക്കേഷൻ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യുന്നു കേട്ടോ. ഓക്കെ.